അതിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് മീഡിയയോട് വെളിപ്പെടുത്താൻ സാധിക്കില്ല. നിങ്ങൾക്ക് സമ്പത്ത് വേണം, നിങ്ങൾ നെഗറ്റീവിൽ വരിക. സമ്പത്ത് വേണമെങ്കിൽ നെഗറ്റീവിൽ വരണം. ഭൂതപ്രേതങ്ങളെ കുപ്പിയിലേക്ക് ആവാഹിച്ചു കയറ്റും. അതെന്താന്ന് പറയാൻ പറ്റില്ല. അപ്പൊ പലരും നമ്മളോട് ചോദിക്കും നരബലിയാണോ? ഈ നരബലി എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യന്റെ ബ്ലഡ് മാംസം വരുന്നത് ബ്ലഡ് മാംസമാണ്. നക്ഷത്രയാമ, ഈ വെള്ളിമൂങ്ങ, ഇരുതല മൂരി, ഇങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. ഇത് ലൗഡ് സ്പീക്കറിലാണ്, ഇത് കറുത്തച്ഛൻ കേൾക്കുന്നുണ്ട്. തറവാടുകളിലുള്ളതാണ് കറുത്തച്ഛൻ. ഞങ്ങള് കറുത്തച്ഛന്റെ ഉപാസകരാ. കറുത്തച്ഛനെ ആരാധിക്കുന്ന ഉപാസിക്കുന്നതുകൊണ്ട് ഈ ഡ്രസ്സാണ് കിട്ടുന്നത്. ഇത് മാല ഞങ്ങൾ 6 കാലുള്ള സ്റ്റാർ, അതാണ് അതിന്റെ ചിഹ്നം. കറുത്തച്ഛൻ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് പവറാണ്. നെഗറ്റീവിന് കറുത്തച്ഛന് മേലെ ഒരു നെഗറ്റീവ് പവർ ഇല്ല എന്നാണ് പറയുന്നത്. സാധാരണ എല്ലാവരും മറ്റുള്ള ദൈവങ്ങളെ ആരാധിക്കും പോസിറ്റീവായിട്ടല്ലേ, നിങ്ങൾ നെഗറ്റീവായിട്ട് ആരാധിക്കുള്ള കാരണം എന്താ? അതായത് നിങ്ങൾക്ക് ശാന്തി വേണം, സമാധാനം വേണം, സന്തോഷം വേണം. നിങ്ങൾ അമ്പലങ്ങളിലോ പള്ളികളിലോ പോവുക, അവിടെ കിട്ടും ശാന്തി നിങ്ങൾക്ക് സമ്പത്ത് വേണം, നിങ്ങൾ നെഗറ്റീവിൽ വരിക. സമ്പത്ത് വേണമെങ്കിൽ നെഗറ്റീവിൽ വരണം. കാരണം എന്താ പറയാ, ദൈവങ്ങളൊന്നും പൊതുവെ നമുക്കുള്ള സമ്പത്ത് നിലനിർത്തി തരും. പക്ഷെ നമുക്ക് കൂടുതൽ വലിയൊരു ഉയർച്ച വരണമെങ്കിൽ, സാമ്പത്തികമായിട്ട് ഉയർന്നു വരണമെങ്കിൽ, നമ്മൾ പ്രത്യേകിച്ച് താന്ന് ഒക്കെ പോവുകയാണെങ്കിൽ അതൊക്കെ ഉയർത്തി വരണമെങ്കിൽ നമ്മളെ നെഗറ്റീവിൽ വരണം. നിങ്ങൾക്ക് ശാന്തി, സമാധാനം, സന്തോഷം വേണം, നിങ്ങൾ പള്ളികളിലോ അമ്പലങ്ങളിലോ പോവാം. സമ്പത്ത് വേണമെങ്കിൽ നിങ്ങൾ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് സമ്പത്ത് കയറും. അപ്പൊ ഇതിനകത്ത് ഒരുപാട് സാധനങ്ങളൊക്കെ മേശപ്പുറത്തിട്ടുണ്ടല്ലോ. കറുത്ത മെഴുകുതിരി നമ്മൾ പൂജയ്ക്ക് പ്രത്യേകമായിട്ട് ഞങ്ങൾക്ക് കറുത്തവാവിന് അല്ലെങ്കിൽ ഞങ്ങളുടേതായ പൂജകൾക്ക് ഞങ്ങൾ കറുത്ത മെഴുകുതിരിയാണ് ഉപയോഗിക്കുന്നത്. ഉപയോഗിക്കില്ല. മെഴുകുതിരി ആവശ്യം വേണമെങ്കിൽ ഉപയോഗിക്കാം, പക്ഷെ ഞങ്ങൾ പൂജയ്ക്ക് കറുത്തതാണ് ഉപയോഗിക്കുന്നത്. ഇത് പുകയ്ക്കുന്നതാണ്, നമ്മൾ ഈ പുക കൊടുക്കുന്നതാണ്. ഈ കുന്തിരിക്കം, നമ്മൾ സാധാരണ കുന്തിരിക്കം വേറെ കുറച്ച് സാധനങ്ങളും കൂടെ ഇട്ടിട്ടാണ് പുകയ്ക്കുന്നത്. കറുവപ്പട്ട അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഇതിനകത്തിട്ട് പുകയ്ക്കും. ഇത് പുകയ്ക്കുന്ന ഒരു ഇതാണ്. പിന്നെ ഇത് നമ്മള് അത് നമ്മൾ ഈ ഭൂതപ്രേതങ്ങളെ കുപ്പിയിലേക്ക് ആവാഹിച്ച് കുപ്പിയിൽ കയറ്റുന്നതാണ്. ഇത് ഒന്ന് ഗ്രിപ്പിന് വേണ്ടിയിട്ടാണ് ഇതിന് ചുറ്റും ഇങ്ങനെ ഈ ഇത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒന്ന് എന്താ പറയാ, നമ്മൾ ഈ മന്ത്രത്താലാണ് ഈ കുപ്പി ബന്ധിച്ചിട്ട് നിർത്തും. ഭൂതപ്രേതങ്ങളെ എന്താ പറയാ ആവാഹിച്ച് കയറ്റാൻ വേണ്ടി ശരീരത്തിലോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തോ ഒരു പ്രദേശത്തോ. അങ്ങനെ ഇപ്പൊ ഈ നിങ്ങള് തിരുവനന്തപുരം അല്ലേ, അപ്പൊ നിങ്ങളുടെ അടുത്തുള്ള ഈ എന്താ പറയാ സുമതി വളവ്, അതുപോലെ തന്നെ ബോണക്കാട്ട് ബംഗ്ലാവ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ, അപ്പൊ സ്ഥലങ്ങളിലുള്ളതാണ്. അതായത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതിന് നമ്മൾ ചെയ്യാറില്ല, മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാക്കുന്നതിനെ, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നതിനെയാണ് നമ്മൾ അലഞ്ഞിരിഞ്ഞ് നടക്കുന്നതിലൂടെ പൊക്കോട്ടെ വഴിക്ക് പോകുന്നതിന് ചെയ്യാൻ പറ്റും. ഇതിലേക്ക് അത് എങ്ങനെയാന്ന് ഉള്ളത് നമ്മൾ അതിന്റേതായ രീതിയിൽ ആലോചിച്ചിട്ട് ആ രീതിയിൽ ചെയ്യും. ഓരോന്നിനും ഓരോ രീതി. വ്യക്തികളുടെ ദേഹത്തുള്ളതിന് ഒരു രീതിയിലാണ് ചെയ്യുന്നത്, ഒരു സ്ഥലത്തുള്ളതിന് ഒരു രീതിയിലാണ് ചെയ്യുന്നത്. അത് ക്ഷേത്രബന്ധനമാണെങ്കിൽ വേറെ രീതിയിലാണ് ചെയ്യുന്നത്, സ്തംഭനമാണെങ്കിൽ വേറെ രീതിയിലാണ് ചെയ്യുന്നത്. അങ്ങനെ ഓരോന്നിനും ഓരോ രീതിയിലാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിൽ അടച്ചു കിട്ടുവാണെങ്കിൽ അടച്ചു വെക്കും. എല്ലാത്തിനെയും കിട്ടില്ല, കാരണം എല്ലാവരും സ്വാതന്ത്ര്യമാണ് ആഗ്രഹിക്കുന്നത്. ഇതിനകത്തിരിക്കുന്നവൻ എപ്പോഴും ബന്ധനത്തിലായിരിക്കും അല്ലെ, ഞങ്ങളുടെ ബന്ധനത്തിലായിരിക്കും. അപ്പൊ ബന്ധനത്തിലിരിക്കാൻ തയ്യാറായി. ഇപ്പൊ ചില ആത്മാക്കൾക്ക് ബന്ധനത്തിൽ ഇരിക്കാൻ താല്പര്യമുള്ളവരുണ്ടാവും. അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുറത്ത് ചാടിക്കഴിഞ്ഞ് ഇവനെ വീണ്ടും പിടിച്ച് ഈ ഓരോ ദുഷ്പ്രവർത്തികൾ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് അവൻ പറയും ഞാൻ നിങ്ങളുടെ ഇതിൽ നിന്നോളാം എന്ന് തീരുമാനിക്കുന്ന ആത്മാക്കളുണ്ടാവും. അതായത് നിങ്ങളുടെ അനുഭവത്തിൽ ഈ പ്രേതവും ബാധയും ഭൂതമൊക്കെ ഉണ്ട് അല്ലേ? പകലും രാത്രി ഉണ്ടെങ്കിൽ അതിനുവേണ്ടി തന്നെ ഉപയോഗിക്കുന്നതാണ് ഈ 2 എണ്ണം. ഈ 2 ചെമ്പ് കുടങ്ങൾ നമ്മൾ അതിനുവേണ്ടി ഉപയോഗിക്കും. ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത് ഈ ഇതിനെ പിടിക്കാനായിട്ട്. പ്രേതങ്ങളോടൊപ്പമാണ് ജീവിതം അല്ലേ? എന്നും പറയാൻ വേണമെങ്കിൽ. അപ്പൊ നിങ്ങൾക്ക് ഭയമൊന്നുമില്ല? ഭയപ്പെടാൻ നമുക്കൊന്നുമില്ല, കാരണം കറുത്തച്ഛൻ നമ്മുടെ കൂടെ ഭയപ്പെടുത്തില്ല. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കറുത്തച്ഛൻ നമ്മുടെ അടുത്ത് വരുന്നതെങ്കിൽ നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. ഒരു ശവക്കോട്ടയിലൊക്കെ ഒറ്റയ്ക്കിരിക്കാനുള്ള ധൈര്യമൊക്കെ ഉണ്ടോ? പിന്നെന്താ പേടിക്കാം? മനുഷ്യരെ പേടിപ്പിക്കുള്ളൂ, പ്രേതങ്ങൾ നമ്മളെ പേടിപ്പിക്കുക. കുഴി കിടക്കുന്നതിനകത്ത് ആത്മാവില്ലേ? കുഴി കിടക്കുന്ന ശവത്തിന് അത് നമ്മൾ ഉപദ്രവിക്കില്ല. ഇപ്പൊ നിങ്ങൾ ചോദിച്ചൊരു ചോദ്യം, കുഴി കിടക്കുന്ന ശവത്തിന് ആത്മാവില്ല എന്ന്. ഞാനൊരു ഇത് ചോദിക്കട്ടെ, ഈ ശവശരീരം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മനുഷ്യ ശരീരം എന്ന് പറഞ്ഞാൽ ഏത് എനർജിയാണെന്ന് അറിയാവോ? മനുഷ്യ ശരീരത്തിലെ എനർജി എന്താണെന്ന് അറിയാവോ? അറിയില്ല. മനുഷ്യ ശരീരം എന്ന് പറയുന്നത് നെഗറ്റീവ് എനർജിയാണ് ശരീരം. അതുകൊണ്ടാണ്
മരിച്ച വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കുളിക്കണം എന്ന് ഒരു നിഷ്ഠ വെച്ചിട്ടുണ്ട്. കാരണം നെഗറ്റീവ് ന്റെ പവർ നമ്മുടെ ശരീരത്തിലോട്ട് കയറും എന്ന് ഒരു പഴമക്കാരൊക്കെ പറയാറില്ല, മരിച്ച വീട്ടിൽ പോയാൽ കുളിച്ചിട്ട് വേണം വീട്ടിൽ കയറാൻ എന്ന് പറയുന്നത്. കാരണം മനുഷ്യ ശരീരം എന്ന് പറയുന്നത്, മനുഷ്യ ശരീരം എന്നല്ല, ജീവനുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ശരീരം നെഗറ്റീവാണ്. ഇതിന്റെ ജീവൻ അല്ലെങ്കിൽ ആത്മാവ് അല്ലെങ്കിൽ കോസ്മിക് എനർജി അല്ലെങ്കിൽ എന്താ പറയുക, ആ പവറുണ്ട്, ഓറ എന്നൊക്കെ പറയുന്ന ആ ഒരു പവറല്ലേ നമ്മുടെ ശരീരത്തിന്റെ ഓറ, ആ പവർ, ജീവൻ, ആത്മാവ് എന്ന് പറയുന്നത്, അതാണ് പോസിറ്റീവ്. മനുഷ്യ ശരീരമാകുന്ന നെഗറ്റീവും ആത്മാവാകുന്ന പോസിറ്റീവ്, ആത്മാവെന്ന് വെച്ചാൽ ജീവൻ, എന്ത് പേരിൽ പറഞ്ഞു കഴിഞ്ഞാലും ആത്മാവാകുന്ന ജീവനും കൂടെ ഒരുമിച്ച് കൂടി ചേർന്ന് കഴിയുമ്പോഴാണ് ശരീരം പവറിലൂടെ എഴുതിട്ട് നടക്കുന്നത്. അതായത് പോസിറ്റീവും നെഗറ്റീവും ഉണ്ടെങ്കിലേ ശരീരം എഴുതിട്ട് നടക്കുള്ളൂ. ഈ രമ്യ അമ്പലങ്ങളിൽ നിന്ന് പോകാറില്ല? അല്ല, അപ്പൊ അതിനും വിശ്വാസമുണ്ട്. നെഗറ്റീവ് വിശ്വസിക്കുന്ന ആൾക്കാരല്ലേ? ക്ഷേത്രങ്ങളിൽ പോസിറ്റീവ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ശാന്തി സമാധാനം വേണമെങ്കിൽ നിങ്ങൾ തന്നെ ദൈവമായിട്ട് പറയുമല്ലേ? ദൈവത്തിന്റെ അവതാരങ്ങളാണല്ലോ ദൈവത്തിന്റെ അവതാരങ്ങളോ ഒന്നുമല്ല. എന്നുവെച്ചാല് നമുക്ക് പ്രത്യേകമായിട്ട് ഒരു ശക്തിയെ നമ്മൾ ഉപാസിക്കുന്നു. അത് മറ്റുള്ളവർക്ക് ഉപദ്രവം ഒന്നും ചെയ്യാതെ നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ശക്തിയെ ഉപാസിക്കുന്നു. അല്ല, നമ്മൾ അവരായി മാറില്ല. എങ്ങനെ നിങ്ങൾക്ക് കഴിവ് കിട്ടി? ഇങ്ങനെയുള്ള സംഭവങ്ങൾ എത്രാമത്തെ വയസ്സിൽ, എവിടെ വെച്ച്, എങ്ങനെ, എപ്പോൾ? അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ തറവാടുകളിലുള്ളതാണ്, ക്രിസ്ത്യൻ തറവാടുകളിലുള്ളതാണ് കറുത്തച്ഛൻ. എന്റെ തറവാട്ടില് എന്റെ വല്യപ്പനായിട്ട് എനിക്ക് പകർന്നു തന്നതാണ്. ഇതിന്റെ ഉപാസകരായിരുന്നു ആയിരുന്നു എന്ന് പറയുന്നു. വല്യപ്പന്റെ അപ്പൻ ഇത് ഉപാസിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം വല്യപ്പൻ എന്റെ തലമുറയിൽ ആരും തുടർന്നില്ല. അപ്പൊ വല്യപ്പൻ അതിന്റെ ശേഷം എന്റെ അപ്പന്റെ അല്ലെങ്കിൽ അമ്മയുടെ തലമുറയിൽ ആരും തുടർന്നില്ല. അതിനുശേഷം ഞാൻ വന്നപ്പോൾ ഞാൻ ഈ വല്യപ്പനോടൊക്കെ പല കഥകളും ചോദിക്കുമായിരുന്നു. ഈ കഥകൾ ചോദിക്കുന്നതിന്റെ ഇടയ്ക്ക് വല്യപ്പൻ എന്നോട് പറഞ്ഞു, നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് കുഞ്ഞുനാളിൽ മനസ്സിലേക്ക് കയറി കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. അത് വെച്ചിട്ട് ഞങ്ങൾ ബിസിനസ്, അതിനുശേഷം കുറെ കാലം നമ്മളിതൊന്നും ഉപാസനയൊന്നും ഇല്ലായിരുന്നു. കുറെ കാലം അതിനുശേഷം ഞങ്ങൾ തമ്മിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ആദ്യമൊക്കെ ബിസിനസ് നന്നായിട്ട് ഉയർന്നു കയറിപ്പോയി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ബിസിനസ് താഴാൻ തുടങ്ങി. ഒരു നിലയിലും അല്ലാത്ത രീതിയിലോട്ട് ബിസിനസ് തകർന്നു പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കണം, എന്തെങ്കിലും കാണിച്ച് പിടിച്ചു നിൽക്കണം. ലോൺ അടയ്ക്കണം, അല്ലെ, അടവുകളുണ്ട്, മറ്റു പല കാര്യങ്ങളുണ്ട്, കുടുംബ ചെലവ് നടക്കണം. ബിസിനസ് താഴോട്ട് ഓരോ ദിവസവും താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ പലയിടത്തും പോയി നോക്കിയിട്ട് ഉയരാൻ പറ്റുന്നില്ല, എന്ത് ചെയ്തിട്ട് ഉയരാൻ പറ്റുന്നില്ല. അപ്പൊ ഈ ഉള്ള കാര്യം എനിക്ക് ഓർമ്മയില്ല, ഓർമ്മ കിട്ടുന്നില്ല. അപ്പൊ പ്രത്യേകിച്ച് നമ്മളങ്ങനെ ഓർക്കുകയുള്ളൂ. അപ്പൊ നമ്മളിങ്ങനെ എന്താ പറയാ, കുറേ സ്ഥലത്ത് ഓടി കുറെ കാശൊക്കെ കളഞ്ഞു. അപ്പം മനസ്സിലായി ഇതൊന്നും ശരിയാവുന്നില്ല, ബിസിനസ് നിർത്താം എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഞാൻ രമ്യയോട് പറഞ്ഞു, ഇങ്ങനെ ഒരു പരിപാടി എൻ്റെ കുടുംബത്തുണ്ട്, നമുക്കൊന്ന് ചെയ്തു നോക്കാം. അന്നും പ്രതീക്ഷയില്ല ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടോ. ഞങ്ങളത് ചെയ്യാൻ തുടങ്ങി ഏകദേശം ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേനും പതിയെ ബിസിനസ് കയറാൻ തുടങ്ങി. ഒരു മാസം ഒന്നും ആയില്ല, അതിന് മുമ്പ് തന്നെ ബിസിനസ് ഉയരാൻ തുടങ്ങി. ഒരു മാസമൊക്കെ എത്തിയപ്പോഴത്തേനും ഒരുമാതിരി പിന്നെ തിരിഞ്ഞു നോക്കേണ്ട വന്നിട്ടില്ല. ശരിക്കും കറുത്തച്ഛൻ ഞങ്ങൾ എടുത്തു ഉയർത്തുമായിരുന്നു. അതുപോലെ സാമ്പത്തികം കയ്യിലോട്ട് വരാൻ തുടങ്ങി. എന്തായാലും നിങ്ങൾ അതൊരു ഉപാസകരായി. ഇപ്പൊ നിങ്ങൾ രണ്ടുകൂടെ ഒരുമിച്ചാണോ ഓരോ വീടുകളിലും അല്ലെങ്കിൽ ഓരോ സ്ഥലത്തൊക്കെ പോയിട്ട് ഒറ്റയ്ക്ക് ചെയ്യാറില്ല. അപ്പൊ ആദ്യം പോയിട്ട് ആ വ്യക്തിയെ പഠിക്കും അല്ലേ? ആദ്യം അവര് ഫോൺ വിളിച്ച് അവരുടെ കാര്യങ്ങളെല്ലാം തിരക്കും. എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ പ്രേതബാധ ഉണ്ടായത്, എവിടെ നിന്ന് കിട്ടി, എങ്ങനെയാണ് ഫസ്റ്റ് നിങ്ങൾക്ക് ഇതിന് എന്താണ് തടസ്സം, നിങ്ങൾക്ക് അതിന്റെ ലക്ഷണങ്ങൾ എന്താണ് തോന്നിയത്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കും. വ്യക്തിയെ പഠിച്ചതിന് ശേഷമാണ് നിങ്ങൾ അഭ്യാസം ആരംഭിക്കുന്നത്. അത് പിന്നെ അവരുടെ അടുത്തിരിക്കുന്ന ശക്തി എന്താണെന്ന് അറിയാതെ നമ്മൾ ഓടിച്ചെല്ലാൻ പാടത്തില്ലല്ലോ, കല അടിക്കൂലേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് നോക്കി അറിഞ്ഞ് കണ്ട് മനസ്സിലാക്കി നമ്മൾ പിന്നെ അതിനു വേണ്ടി ഉപാസനയും നമ്മൾ കുറച്ചും കൂടി ശക്തി പ്രാപിച്ച് ഉപവാസമൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ചെന്നിട്ട് ആ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. ഒരു ബാധ അകറ്റുന്നതിന് എത്ര സമയം എടുക്കും ഒരാളുടെ? പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അവരുടെ ആത്മാവ് എത്രത്തോളം ശക്തിയാണോ ഏറ്റവും കൂടുതൽ ചിലതൊക്കെ 3-4 ദിവസങ്ങൾ കൊണ്ടൊക്കെ എടുക്കും. 5 ദിവസം ഒരാഴ്ചക്കുള്ളിൽ സംഭവം എടുക്കും. ഒരാഴ്ച ഏകദേശം. ചിലപ്പോ 10 സെക്കൻഡ് ഇറങ്ങിക്കോ കേറിക്കോ എന്ന് പറഞ്ഞാൽ കേറും. ചിലപ്പോ 10 ദിവസം എടുക്കും. ഒന്നും പറയാൻ പറ്റില്ല. ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് മറ്റൊരു കാര്യം അറിയോ, കറുത്തച്ഛനൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അതെ, കറുത്തച്ഛനൂട്ട് അങ്ങനെയുണ്ട്. കറുത്തച്ഛനൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് താങ്കൾ ഫുഡ് കഴിക്കില്ലേ, അതുപോലെ തന്നെ കറുത്തച്ഛനും ഫുഡ് കഴിക്കും. നമ്മൾ കറുത്തച്ഛന് ഫുഡ് കൊടുക്കണം എന്ന് വെച്ചാൽ അത്
നമ്മളൊരു പ്രത്യേക രീതിയിൽ അതിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് മീഡിയയോട് വെളിപ്പെടുത്താൻ സാധിക്കില്ല. എന്നാലും കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ പ്രത്യേകതരം എല്ലാവരും എന്താണ് ചോദിക്കും, മാംസമാണോ കൊടുക്കുന്നത്, ബ്ലഡാണോ കൊടുക്കുന്നത് എന്നൊക്കെ ചോദിക്കും അല്ലെ. ചാത്തനൊക്കെ ബ്ലഡ്, മാംസം, കൗളപൂജ എന്നൊക്കെ പറയും. നമുക്ക് അങ്ങനത്തെ ആചാരങ്ങളൊന്നും അല്ല. പറയും ചാത്തന് കൊടുക്കുന്നത് ബ്ലഡ് അല്ലെ, പക്ഷിയുടെയോ മൃഗത്തിന്റെയോ ബ്ലഡ്, മാംസം, മദ്യം, ഇതാണ് മെയിൻ ആയിട്ട് ചാത്തന് കൊടുക്കും. പിന്നെ മറ്റു സാധനങ്ങളൊക്കെ അവല്, മലര്, അങ്ങനെ പലതും വെക്കും, മുന്തിരിങ്ങ, അങ്ങനെയൊക്കെ പലതും വെക്കും. എന്ത് കൊടുത്താലും കഴിക്കും. പക്ഷെ ഇതാണ് ചാത്തന് പ്രത്യേകിച്ച് നെഗറ്റീവ് പവറുകൾക്കെല്ലാം നമ്മൾ കൊടുക്കുന്നത് ഇതാണ്. ഒരാളെ കൈ കിട്ടിയാലേ എന്താ നിങ്ങൾ ചുരുക്കുന്നു പറയാം, എന്താ കയ്യിൽ എന്തൊക്കെ ചെയ്യും, മുടിയിലൊക്കെ എന്തൊക്കെ ചെയ്യുന്നു പറയുന്നില്ല. അപ്പൊ നെഗറ്റീവില് നമ്മൾ ഇതാണ് കൊടുക്കുക. പക്ഷെ കറുത്തച്ഛന് ഇതിലും കൂടിയൊരു സാധനമാണ് കൊടുക്കുക. അതെന്താന്ന് പറയാൻ പറ്റില്ല. അപ്പൊ പലരും നമ്മളോട് ചോദിക്കും നരബലിയാണോ. ഈ നരബലി എന്ന് പറഞ്ഞാൽ എന്താ, മനുഷ്യന്റെ ബ്ലഡും മാംസവും അല്ല, വേറൊരു സാധനമാണ്. അതെന്തായിരിക്കും? അത് വേറെ അതെന്താണ്, അതൊരു സസ്പെൻസ് ആയിട്ട് നിന്നോട്ടെ അല്ലെ, നമുക്കത് പുറത്തോട്ട് പറയാൻ പറ്റും. അല്ല, ഞാൻ പറഞ്ഞല്ലോ ബ്ലഡും മാംസവും അല്ല, മനുഷ്യനെ അല്ലെങ്കിൽ മൃഗങ്ങളെയോ സംബന്ധിക്കുന്നത് വരുന്നത് ബ്ലഡ് മാംസമാണ്, അതല്ല. ഇനി എന്തായാലും ഒറ്റ കാര്യം നിങ്ങളോട് ചോദിക്കും, നീ എത്ര കൊടുകെട്ടിയ സംഭവമായാലും നിങ്ങൾ പിടിച്ച കുപ്പിലാക്കും, അവിടുന്ന് ഒഴിവാക്കും. ചങ്ങലയിൽ തിളയ്ക്കുന്ന പരിപാടിയുണ്ട്, ആണിയിൽ തിളയ്ക്കുന്ന പരിപാടിയുണ്ട്, മരത്തിൽ ആണി അടിച്ച് തിളയ്ക്കാൻ, ഇങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷെ കൂടുതലും നമ്മൾ അതിനെ ഒഴിവാക്കി വിടുകയാണ് ചെയ്യുക. കാരണം സ്വാതന്ത്ര്യം എല്ലാവരും ആഗ്രഹിക്കുന്നതാണോ. ഉറപ്പോടെ പറയാൻ പറ്റും ഏത് കൊടിയുടെ സാധനം. തീർച്ചയായിട്ടും കോൺഫിഡൻസോട് സംസാരിക്കുന്നത്. നമുക്ക് തിരിച്ചക്രമം ഉണ്ടായിട്ടില്ലല്ലോ. ഇല്ല, ആക്രമിക്കില്ല. സാമ്പത്തികത്തിന് വേണ്ടി ചെയ്യുന്ന ഇതാണോ അതോ? അല്ലല്ല, ഞങ്ങൾ ആരുടെ ഒന്നും കാശ് മേടിച്ചിട്ടല്ല ചെയ്യുന്നത്. ഞങ്ങള് ഒരു സാമ്പത്തിക പ്രശ്നത്തിന് ഒരാള് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അവരോട് പ്രാർത്ഥിക്കാനാണ് പറയാ, ഒരു പ്രത്യേക രീതിയിലാണ്. അപ്പൊ കറുത്തച്ഛന്റെ പവർ, ആ പവർ വേറെ ആർക്കും ഇറക്കി കാണിക്കാൻ പറ്റില്ല. വേറെ ഇപ്പൊ നിങ്ങൾ ഒരു ശക്തി ഉപാസിക്കുന്നുണ്ടെന്ന് വിചാരിച്ചു, ആ ഉപാസിക്കുന്ന ശക്തിയുടെ പവർ നിങ്ങൾക്കറിയാൻ പറ്റും, പക്ഷെ അത് വരുന്ന ഭക്തർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? പക്ഷെ കറുത്തച്ഛന്റെ പവർ പറ്റും. ആര് വിളിച്ചാലും കറുത്തച്ഛന്റെ പവർ വരും ഞങ്ങളെ ഇവിടെ. പക്ഷെ കാര്യം നടക്കണമെങ്കിൽ, നിങ്ങൾക്ക് കാര്യം നടക്കണമെങ്കിൽ, പവർ ഇറങ്ങണമെങ്കിൽ നമ്മളെ വിളിച്ച് പറയാം. അപ്പൊ നമ്മൾ കൂടുതൽ കോൾ അറ്റൻഡ് ചെയ്യുന്നത്, നമ്മളെ വിളിക്കുമ്പോൾ കോൾ അറ്റൻഡ് ചെയ്യുന്നത് നമ്മൾ നിലപറയിൽ ഇരുന്നുകൊണ്ടാണ്. ഇത് ലൗഡ് സ്പീക്കറിലാണ്, ഇത് കറുത്തച്ഛൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ ആ സമയം നമുക്ക് മനസ്സിലാവും ഇവര് എന്തോരം ജെനുവിനിറ്റി ഉണ്ടെന്നും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ എന്ത് കാര്യത്തിന് വിളിച്ചു കഴിഞ്ഞാലും കറുത്തച്ഛൻ അവിടെ ഇറങ്ങി അവർക്ക് വേണ്ടി കാര്യങ്ങൾ നടത്തി കൊടുക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, മറ്റേ മോശമായുള്ള കാര്യങ്ങൾ, നെഗറ്റീവ് കാര്യങ്ങൾക്കൊന്നും വിളിക്കരുത്. അതായത് പറഞ്ഞുതരാം, അതായത് ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ. അതായത് RP, ഇപ്പൊ വരുന്ന കോളുകൾ പറഞ്ഞുതരാം. RP മെറ്റല്, നക്ഷത്രയാമ, ഈ വെള്ളിമൂങ്ങ, ഇരുതലമൂരി, ഇങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. ഇതിന്റെയൊക്കെ പുറകെ ഓടും. ഈ ഇല്ലാത്ത സംഭവത്തിന്റെ പുറകെ ഓടിയിട്ട് കറുത്തച്ഛനോട് നടത്തി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ കറുത്തച്ഛനെ പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ട്, ഇല്ലാത്ത സംഭവം കറുത്തച്ഛനെ ഇവിടുന്ന് നടത്തി കൊടുക്കും. അതേസമയം എനിക്കൊരു ജോലി വേണം, എനിക്ക് ബിസിനസ് ഉണ്ട്, അത് ഉയർന്നു കിട്ടണം, അത് തീർച്ചയായിട്ടും നടത്തി കിട്ടും. ഇങ്ങനത്തെ സാധനത്തിന്റെ പുറകെ ഓടരുത്. അതിനുശേഷം വേറൊരുത്തം വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു 1.5 മാസം മുമ്പ്. കോഴിക്കോട് ഭാഗത്തുനിന്ന് കണ്ട ആൾ, ദുബായിൽ നിന്ന് വിളിക്കുന്നത്, ആൾക്ക് ഗോൾഡ് കടത്തണം. ഗോൾഡ് കടത്തി കഴിഞ്ഞാൽ കറുത്തച്ഛൻ ഇത്ര തന്നേക്കാന്ന് പറഞ്ഞു. കസ്റ്റംസ് പിടിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു നടക്കില്ല, നീ കടത്തി കഴിഞ്ഞാൽ നിന്നെ ഉറപ്പായിട്ട് പിടിക്കും, ഞാൻ തന്നെ ഒറ്റ പറഞ്ഞു. പക്ഷെ അത്തരം കാര്യങ്ങൾക്ക് നടക്കില്ല. കാരണം നമ്മൾ പറയുന്ന കാര്യത്തിൽ ജെനുവിനിറ്റി വേണം, അതിനൊരു സത്യസന്ധത വേണം. അതുപോലെ തന്നെ വേറൊരാളുടെ ഭർത്താവിനെ പിടിക്കാം, വേറൊരാളുടെ ഭാര്യനെ പിടിക്കാം, വശീകരണം, ഈ ഇത്തരം കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തു കൊടുക്കില്ല. ഈ കറുത്തച്ഛൻ നിങ്ങൾ തന്നെ കൂടി ആലോചിച്ചുണ്ടാക്കിയ ഒരു സങ്കല്പം തന്നെയാണോ? നിങ്ങളുടെ വരുമാനത്തിന് ഉണ്ടാക്കിയ സംഭവമാണോ? ഞങ്ങൾ വരുമാനം മേടിക്കുന്നില്ലല്ലോ. വരുമാനം വരുമല്ലോ, ഗ്രാജുവലായിട്ട് വരുമാനത്തിലേക്ക് പോകാനുള്ള. ഞങ്ങൾക്ക് വരുമാനം വരുന്നത് ഞങ്ങൾ ബിസിനസ് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ അതിൽ നിന്ന് മാത്രമേ വരുമാനം എടുക്കുന്നുള്ളൂ. അതായത് ഞങ്ങളുടെ ബിസിനസ് കറുത്തച്ഛൻ ഉയർത്തി തരുന്നുണ്ട്, ഞങ്ങൾക്ക് അത് മതി. ഇതേപോലെ വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. മാത്രമേ ഉള്ളൂ? അല്ല, ഒത്തിരി പേര് വിളിക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിലെ കറുത്തച്ഛൻ രൂപം എങ്ങനെയായിരിക്കും? കറുത്തച്ഛന്റെ രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണിക്കുന്നത് ശരിക്കും ഇങ്ങനെ ഈ രീതിയിലാണ്, പക്ഷെ ശരീരമില്ല, മുഖമില്ല, ഇരുട്ടിരിക്കും. അതെ, ഇരട്ടത്ത് നിന്ന് കഴിഞ്ഞാൽ ഒരു കറുത്ത നിഴല് കാണില്ലേ, അതാണ് കറുത്തച്ഛന്റെ രൂപമില്ല. അങ്ങനെയാണ് കറുത്തച്ഛന്റെ രൂപം ഏകദേശം വരിക. നമ്മള് കാണുമ്പോഴൊക്കെ അങ്ങനെയാണ് കാണുന്നത്, പക്ഷെ ശരിക്കും പറഞ്ഞാൽ കറുത്തച്ഛന് രൂപമില്ല, രൂപിയാണ്.